ഷാമിലിയെ ഞാനൊരു ഐഡിയ പറഞ്ഞു തരട്ടെ. നമുക്ക് ഒരു ലോട്ടറി എടുക്കാം. അത് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ കടങ്ങളില്ലേ അതൊക്കെ ഒന്ന് വേടിക്കിട്ടൂലേ. ബാക്കി നമുക്ക് ബാങ്കിലൂടെ ബാങ്കിലിട്ടില്ലെങ്കിലും മണ്ണടി കടം വേടിയിട്ട് സ്വസ്ഥതായിട്ട് ഇരുന്നൂടെ. ഇരിക്കുവോ? ഉറക്കം പോവോ? നഷ്ടപ്പെടും. ഉറക്കം നഷ്ടപ്പെടുണ്ടാവും നമുക്ക്. അതിനധികം അങ്ങോട്ട് ചിന്തിച്ചരുത്. കിട്ടിയത് ഇത്രയേ ഉള്ളൂ എന്ന് സമാധാനപ്പെടുക. എന്നിട്ട് മുന്നോട്ട് പോവുക. ആയിക്കോട്ടെ. അപ്പോൾ എത്ര പണക്ക് ഉദ്ദേശിക്കണത് പൈസ? ഇപ്പൊ 50,000 മതി. അപ്പൊ ലോട്ടറി എത്ര കിട്ടണം? ലോട്ടറി കിട്ടിയാൽ കുറച്ചൊക്കെ കൂടുതൽ ഇജ്ജെടുത്തോ, കുഴപ്പമില്ല. എൻ്റെ കട ഒന്ന് വിടട്ടെ. ഏതായാലും അത്രയും സ്നേഹിച്ച് നടക്കണാണ് എൻ്റെ ഒപ്പം ഞാൻ. അത്രയും വിശ്വാസം തന്നെ ഉണ്ട്. അപ്പൊ പിന്നെ അണക്കാണെങ്കിൽ 3 കുട്ടികളുള്ളൂ, എനിക്കാണെങ്കിൽ 1 കുട്ടിയുള്ളൂ. അപ്പൊ കൂടുതൽ ഇരിക്കുവാണ്. കൂടുതൽ ഇജ്ജെടുത്തോ, കുഴപ്പമില്ല, കുറച്ച് മതിക്ക്. പിന്നെ എന്താന്ന് എൻ്റെ ഒരു ആഗ്രഹം എന്താന്ന് വെച്ചാലടി, ഒരു ചെറിയൊരു പെര വെക്കണം. എനിക്കൊരു പെൺകുട്ടിയല്ലേ. അപ്പോൾ ആ പെര വെച്ചിട്ട് ഞാനും എൻ്റെ കുട്ടി എൻ്റെ അമ്മാനെ എലിർത്തണം. പിന്നെ അത്രേ ഉള്ളൂ ആഗ്രഹം. അപ്പോൾ ഒരു 5 സെൻറ്റ് സ്ഥലം കിട്ടാനുള്ള 50 കിട്ടിയിട്ടൊന്നും കാര്യമല്ല. ഇനിയിപ്പോൾ അതിൽ കൂടുതൽ കിട്ടുകയെന്നുണ്ടെങ്കിൽ ഒരു 5 സെൻറ്റ് സ്ഥലത്തിനുള്ള ഞാൻ എടുക്കും. പിന്നെ എൻ്റെ വീട് കണക്കായിക്കണു. പിന്നെ എൻ്റെ വാതിലും ജനലും നിലവും ഇതൊക്കെ കണക്ക് ശരിയാക്കണം അല്ലേ ഷാമിലെ. നമ്മളൊരു ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ 2 ആളിപ്പോൾ കുഴി പട്ടമായിരുന്നു. അതൊന്ന് കര കയറിയിട്ട് ഈ ജനങ്ങൾ കാണുന്നവരൊക്കെ ഒന്ന് നമ്മളൊന്ന് സഹായിച്ചാലും മതി. ഇനിയിപ്പോൾ ലോട്ടറി അടിച്ചണമെന്നില്ല. അപ്പം ഞാനൊരു ഉദാഹരണത്തിന് പറഞ്ഞു ഒരു ലോട്ടറിയുടെ കാര്യം എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാം ചെയ്തിട്ട് ചാനലിന്റെ പേര് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല. എൻ്റെ ചാനലിൻ്റെ പേര് ഉമ്മയും മോളുന്നാട്. എൻ്റെ ചാനലിൻ്റെ പേരെന്താ ഷാമിലിയെ? ഫാമിലി TP. അപ്പോൾ ഈ 2 ചാനലും കൂടിയിട്ട് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളൊന്ന് കരകയറ്റുക. ഇനി ബാക്കിയുള്ളത് പറയാം ഷാമിലിയെ. എന്താ ഞാൻ പറയണല്ല, ഇപ്പൊ ലോട്ടറി എടുത്തോ? ലോട്ടറി എടുത്തിട്ടില്ല. ലോട്ടറി എടുക്കാത്ത കഥയാണ് ഇപ്പൊ പറയണത്. നമ്മള് ലോട്ടറി എടുക്കണം, എടുത്തിട്ട് അത് അടിച്ചോ നോക്കണം. ഇല്ലെങ്കിൽ ജനങ്ങൾ ഇതിലൊന്ന് നമ്മളെ സഹായിച്ചട്ടെ. അതല്ലേ നല്ലത്. അല്ല, നമ്മള് ബമ്പർ എടുത്തിട്ട് നമുക്ക് കിട്ടിയില്ല. ഇല്ല, കിട്ടിയില്ല. അതങ്ങനെ ബൂന്ന് പോയി. ബമ്പറും നമ്മളെ ചതിച്ചു. ഇനിയിപ്പൊ നമുക്ക് ഒരു ലക്ഷ്യം യൂട്യൂബാണ്. അപ്പൊ നമുക്ക് നോക്കാം, യൂട്യൂബിൽ നമുക്ക് മെച്ചപ്പെടുമെന്നൊക്കെ നോക്കി വെക്കാം അല്ലെ. ഇപ്പൊ ഞാൻ ആദ്യത്തെ ചാനൽ പോയില്ലെങ്കിൽ ഇപ്പൊ കുറച്ചുകൂടി സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു. ഈ ചാനലൊന്ന് പുതിയതാക്കി റെഡിയാക്കി എടുക്കാം അല്ലെ. അപ്പൊ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനലുകൾ 2 പേരും ഓർത്ത് വെക്കുക. അപ്പൊ ഓക്കെ, ബൈ.